നമസ്കാരം. ഇന്നലെ മുതൽ പനിയായിട്ട് കിടക്കുകയാണ്. ഓണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് കുട്ടിക്ക് പനി, അമ്മയ്ക്ക് പനി, ഭാര്യയ്ക്ക് പനി, ഇപ്പോൾ ദേ എനിക്കും പനി. ഓണം മര്യാദയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇസാഫ്, എസ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ റെൻറ്റ്, അങ്ങനെ വീട്ടു ചിലവ്, ഇതൊക്കെ നമ്മുടെ കൈകൊണ്ട് മാത്രം നടന്നു പോണ കുറേ ആൾക്കാരുണ്ട്. അവരോട് പറയുകയാണ്, വൈറൽ പനിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം മാക്സിമം കുടിക്കുക, മാസ്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇവർ അടവുകൾ എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം. പക്ഷേ ഇസാഫൊക്കെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. അത് ഒരു മാസം നമുക്ക് വയ്യാണ്ട് കിടക്കണമെന്ന് പറഞ്ഞാലും അവർക്കത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏതാണെങ്കിലും വണ്ടിയുടെ അടവാണെങ്കിലും എല്ലാം നമ്മൾ കൊടുത്തു തന്നെ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാർ മാക്സിമം ശ്രദ്ധിക്കുക. വൈറൽ പനിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഓട്ടോവാലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഭയങ്കര മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോലത്ത് റോഡ്, കോലളമ്പ് റോഡൊക്കെ കാണിച്ചതിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടുത്തെ കുറച്ച് ആൾക്കാർ തന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അവിടെ ആ വെള്ളം കമ്പനിയായിട്ട് എന്തോ പ്രശ്നം അവരുണ്ട്. അപ്പോൾ അത് നാട്ടുകാർക്ക് പറയാനുള്ളതും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓട്ടോവാലയുടെ ഓട്ടം കഴിഞ്ഞിട്ട് ജീവിതമാർഗ്ഗം അതാണ്. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വന്നിരിക്കും. നാട്ടുകാർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓട്ടോവാല അവിടെ ഉണ്ടാവും. ഇതൊരു മാധ്യമ ചാനലൊന്നുമല്ല. ഇത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതമൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു വേദിയാണ്. അവിടെ നാട്ടുകാരുടെ പ്രശ്നം പറയണതുകൊണ്ട് ഓട്ടോവാല ആരെയും പേടിക്കുകയില്ല, ആരെയും മുമ്പിൽ പേടിച്ച് ഓടുകയില്ല. അപ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത്, നാട്ടുകാരുടെ കൂടെ കട്ടയ്ക്ക് ഓട്ടോവാല ഉണ്ടാവും. ആർക്കും സത്യാവസ്ഥ തുറന്ന് വിളിച്ച് പറയാം. അതിനാരെയും പേടിക്കണ്ട. തീർച്ചയായിട്ടും ഓട്ടോവാല അവിടെ വന്നിരിക്കും. നിങ്ങളുടെ സ്നേഹവും സഹകരണവും മാത്രം മതി. നന്ദി, നമസ്കാരം. എനിക്ക് പനിയായതുകൊണ്ടാണ് ശരിക്കും വർത്താനം പറയാൻ പറ്റാത്തത്. ഓക്കെ, എല്ലാവർക്കും